ഹായ് എവരിവൺ. ഇന്ന് ഞാനെങ്ങനെ മീൻകറി വെക്കുന്നതെന്ന് കണ്ടാലോ. ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ പൊട്ടിക്കും. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ ആവാനൊന്നും നിൽക്കത്തില്ല. ഒന്ന് പച്ചമണം ഒക്കെ മാറി വരുമ്പോഴത്തേനും ഞാൻ പിന്നെ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും തക്കാളി മീൻകറി ചേർക്കാറില്ലല്ലോ എന്ന്, പക്ഷേ പലരും ചേർക്കാറില്ല. അപ്പോൾ ഞാൻ തക്കാളി ചേർത്താണ് മീൻകറി വെക്കുന്നത് കേട്ടോ. ഇത് പ്രോപ്പർ വയനാട് എൻ്റെ വീട്ടിലത്തെ ആ സ്റ്റൈലും അല്ല, കോട്ടയം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ സ്റ്റൈലും അല്ല. ഇത് എൻ്റെ രണ്ടും കൂടെ മിക്സ് ചെയ്ത ഒരു സ്റ്റൈലിലാണ് ഞാൻ മീൻകറി വെക്കാറ് കേട്ടോ. അപ്പം കുടംപുളി ചേർത്ത് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയിട്ടൊന്ന് അടച്ച് വെക്കും. തക്കാളി സിമ്മിലിട്ട് വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരുമ്പം ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് എടുത്താൽ മതി. അത് ഇവിടുത്തെ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ എണ്ണയിലോട്ടിട്ട് എണ്ണയത്തെ കളർ മാറി വരുമ്പം തക്കാളിയായിട്ട് യോജിപ്പിക്കും. എന്നിട്ട് അതങ്ങ് ചട്ടിയിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി നമ്മളിതിൽ ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാവരുത്. അതുപോലെ തക്കാളി വെന്ത് മസാല പൊടികളുമായിട്ട് നല്ല സെറ്റായിരിക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ പുളിവെള്ളം ചേർക്കും, വാളംപുളി. നിങ്ങൾ വിചാരിക്കും കുടംപുളി ചേർത്തു പിന്നെ വാളംപുളി എന്നാ ചേർക്കുന്നതെന്ന്. പക്ഷേ ഞാൻ 2 പുളിയും കുറച്ച് ചേർക്കും. എനിക്ക് കുടംപുളീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. വാളംപുളി ഒഴിക്കുമ്പോൾ ആ കൊഴുപ്പുള്ള മീൻകറി ആ ഒരു കറി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2 പുളിയും കൂടെ ചേർക്കും. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായി വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കും കേട്ടോ. മീനിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് നേരം തുറന്ന് തന്നെ വെക്കും. അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് വേവിക്കും കേട്ടോ. ഒരു മീൻ വേവുന്ന ഒരു സമയമില്ല. എല്ലാവരും മീൻകറി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വെക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ സ്റ്റൈലായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ പോലും മീൻകറി ഇതുപോലെ ആയിരിക്കില്ല വെക്കുന്നത്, വേറെ സ്റ്റൈലിലായിരിക്കും. അങ്ങനെ ഓരോ വീട്ടിലും വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മീൻകറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്